ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് നല്ലൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. വായിലിട്ട് അലിഞ്ഞു പോകുന്നതെന്നൊക്കെ പറയുന്ന അത്ര സോഫ്റ്റായിട്ട് വട്ടയപ്പമാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. കോളം റൈസാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് 1/4 കപ്പ് അവൽ, വെള്ള അവൽ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് ചിരകിയ തേങ്ങയും. ഇനി നമുക്ക് ആവശ്യത്തിന് മധുരത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം തന്നെ റൈസ് സോക്ക് ചെയ്യാൻ വെക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഞാൻ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സോക്ക് ചെയ്യാൻ എടുത്ത് വെക്കുകയാണ്. ആ സമയത്ത് 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ തേങ്ങാപ്പാലാണ് നമ്മളിത് കുഴച്ച് വെക്കുന്നത്, സോക്ക് ചെയ്യാൻ വെക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് അതിനുശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഇതിന് ഞങ്ങൾ അതായത് നമ്മൾ അരിയുടെയും അവലിൻ്റെയും ലെവൽ കറക്റ്റാക്കുന്ന രീതിയിൽ വെള്ളവും തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് കുറച്ചൊരു 4 മണിക്കൂർ നേരം സോക്ക് ചെയ്യാൻ എടുത്ത് വെക്കുകയാണ്. സോക്ക് ചെയ്തതിന് ശേഷം നമുക്കിപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലപോലെ സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ആ സമയത്ത് ആവശ്യത്തിന് വെള്ളം വേണേൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അരയ്ക്കുന്ന സമയത്ത് ഇതിനകത്തോട്ട് കുറച്ച് ഏലക്ക, ഒരു 4-5 ഏലക്കായും കൂടി തൊണ്ട് കളഞ്ഞിട്ട് അതിൻ്റെ കുരു മാത്രമായിട്ട് ഇട്ട് അരയ്ക്കുന്നുണ്ട്. ഇനി അതിനകത്ത് ജീരകം ചേർക്കാൻ താല്പര്യമുള്ളൂ, അത് വേണേൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ജീരകം ചേർത്തിട്ടില്ല, ഏലക്ക മാത്രമേ ചേർത്തിട്ടുള്ളൂ. അരച്ച് കൊടുത്ത സമയത്ത് കുറച്ചും കൂടി പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ ഒട്ടും തരിയില്ലാതെ സ്മൂത്തായിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ 2-3 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഈ സമയത്ത് ഞാൻ കുറച്ചും കൂടി പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ലാസ്റ്റത്തെ സ്റ്റെപ്പിലാണ് പഞ്ചസാര ചേർത്ത് നല്ല രീതിയിൽ അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ദേ കണ്ടോ, മാവ് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ എടുത്ത് വെക്കുന്ന സമയത്താണ് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി കൈകൊണ്ട് മിക്സ് ചെയ്യുകയാണ്. ഞാൻ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നില്ല, തവി കൊണ്ട് മിക്സ് ചെയ്താലും മതി. അതിനുശേഷം ഇതൊക്കെ അടച്ച് വെച്ച് ഫെർമെൻ്റ് ആകാൻ എടുത്ത് വെക്കാം. അത് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തിരിക്കുന്നത് കൊണ്ടും ടെമ്പറേച്ചർ ഒത്തിരി തണുപ്പൊന്നും ഇല്ലാത്ത സമയമായിട്ട് ഒരു 3-4 മണിക്കൂറിൽ നമുക്ക് നല്ലപോലെ പൊങ്ങിക്കിട്ടും. പിന്നെ പൊങ്ങി പോകാൻ വെക്കാതെ മാവിങ്ങനെ പൊങ്ങി വരുന്ന അതേ സമയത്ത്, നല്ലപോലെ പൊങ്ങി വരുന്ന സമയത്ത് തന്നെ വട്ടയപ്പം ഉണ്ടാക്കാൻ നോക്കണം. ചിലപ്പോൾ നമ്മൾ ഈ മാവ് പൊങ്ങി താന്നു പോയി അങ്ങനെയൊക്കെ വരുന്നത് പോലെ വരാതെ മാവിങ്ങനെ പൊങ്ങി വരുന്നത് തന്നെ ആ സമയത്ത് ഒരു 4 മണിക്കൂറൊക്കെ ആകുമ്പോൾ എന്തായാലും നല്ല പോലെ പൊങ്ങുന്നുണ്ടാവും. ഇപ്പം നമ്മുടെ മാവിടെ നല്ല പോലെ പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരിക്കലും ഈ മാവ് എല്ലാം കൂടി ഇട്ട് അഗെയിൻ ഒന്നും കൂടി മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പൊക്കത്തിൽ നിന്ന് ആ പതയോടുകൂടി തന്നെ വേണം അപ്പം ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ആകുമ്പോഴാണ് നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പം നമുക്ക് കിട്ടുന്നത്. ഞാനിപ്പോൾ ഒരു നെയ്യ് തടവിയ പ്ലേറ്റിലോട്ടാണ് കേട്ടോ മാവ് കോരി ഒഴിക്കുന്നത്. നെയ്യും കൂടി കുറച്ച് ചേർക്കുവാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. ഇനി മുകളിൽ നിന്നുള്ള മാവ് ഓരോ സ്പൂണായിട്ട് കോരി അത് പ്ലേറ്റിൻ്റെ ഒരു പകുതി ഭാഗം ഫില്ല് ചെയ്താൽ മതി. അതിനുശേഷം അപ്പച്ചെമ്പിലോട്ട് വെക്കാം. അപ്പം അപ്പച്ചെമ്പിൽ വെള്ളത്തിൻ്റെ സ്റ്റീം വന്നിട്ടുള്ള സമയത്ത്, അതായത് തിളച്ച സമയത്ത് വെക്കുന്നതാണ് നല്ലത്. പിന്നെ കൈയൊന്നും പൊള്ളാതെ നോക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ അപ്പച്ചെമ്പ് പ്ലേറ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനൊരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് കിസ്മിസോ ഒക്കെ വെച്ച് കൊടുക്കാം. നമുക്ക് എന്താണോ ആവശ്യമുള്ളത്, കിസ്മിസ്, കാഷ്നട്ട്, ഇത് ചെറിയോ ഇഷ്ടമുള്ളത് ഫില്ല് ചെയ്യാം. ഇനി ഞാൻ ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് ഇതുപോലത്തെ ഒരു തട്ടിൽ 2-3 പ്ലേറ്റ്, കുഞ്ഞു പ്ലേറ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഒറ്റ സമയത്ത് നമുക്ക് സ്റ്റീമായി കിട്ടും. അപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഞാനിപ്പം അതിനകത്തോട്ടും കൂടി വെച്ച് ഫുൾ മാവ് നമ്മൾ ആവിയേറ്റെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് മാവ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആ കോമ്പിനേഷൻ എന്തൊക്കെ വേണമെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് വട്ടയപ്പം ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ അടുത്ത സെറ്റും കൂടി ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം കേട്ടോ, നല്ല സോഫ്റ്റാണ്, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. പിന്നെ മധുരം കുറച്ച് ചേർക്കുക, അവനവൻ്റെ ടേസ്റ്റ് അനുസരിച്ച് മധുരം ചേർക്കുക. ഇപ്പം കൂടുതൽ മധുരം വേണ്ടവർക്ക് അങ്ങനെ ചേർക്കുക. ചിലർക്ക് മധുരം തന്നെ ഒരു അലർജി ആയിട്ട് അത് ടേസ്റ്റ് ഇല്ലാതെ പോകും. ചിലർക്ക് മധുരം ഇല്ലാത്തത് കൊണ്ട് ടേസ്റ്റ് കുറഞ്ഞു പോകും. മധുരമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വട്ടയപ്പത്തിന്. അതുപോലെ തേങ്ങയുടെ അളവും അരയ്ക്കുന്ന അരവും ബാക്കി ചേർക്കുന്ന എല്ലാ സാധനവും ഉപ്പൊക്കെ അതിൻ്റെ കറക്റ്റ് അളവിലുള്ളതാണ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണിച്ച പോലെ മെഷർമെൻറ്റ്സിൽ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ട് സോഫ്റ്റായിട്ട് ഉള്ള വട്ടയപ്പം കിട്ടും. അപ്പോൾ നമ്മുടെ വട്ടയപ്പം തണുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ പ്ലേറ്റിൽ നിന്ന് എടുത്ത് മാറ്റിയെന്നുണ്ടോ, കയ്യിലിട്ടാൽ കണ്ട ഇങ്ങനെ ഭയങ്കര സോഫ്റ്റാണ്. കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുമല്ലോ, നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ ഒരു വട്ടയപ്പം തന്നെയാണ് കേട്ടോ ഇത് വരുന്നത്. ഞാനിത് കഴിഞ്ഞത് ക്രിസ്മസിൻ്റെ സമയത്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എനിക്ക് വീഡിയോ ഇടാനായിട്ട് കുറച്ച് നാളുകളായിട്ട് ഞാൻ വീഡിയോ ഇടാതിരുന്നത് കൊണ്ട് ഇപ്പം ഈസ്റ്റർ ആയപ്പോൾ ഞാനത് പോസ്റ്റ് ചെയ്യുന്നേ ഉള്ളത്. നല്ല സൂപ്പറായിട്ടുള്ള വട്ടയപ്പം ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഈ രീതിയിലാണ് കണ്ടോ, പിടിക്കുമ്പോൾ നല്ല തുള്ളി തുള്ളി കളിക്കുന്ന രീതിയിലുള്ള വട്ടയപ്പമാണ് വരുന്നത്. അത്ര സോഫ്റ്റാണ്, വായിലിട്ട് അലിയുന്നെന്നൊക്കെ പറയത്തില്ല, അത്ര മനോഹരമായിട്ടുള്ളൊരു വട്ടയപ്പമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതൊന്ന് മുറിച്ചൊക്കെ നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ റെസിപ്പി ട്രൈ ചെയ്യുക, വീഡിയോ കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും